ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകൾ പറയുന്ന എല്ലാ കള്ളങ്ങളും അവരെന്തോ തെറ്റ് ചെയ്തിട്ട് അത് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല. അവർ റിലേഷൻഷിപ്പിൽ ചില സമയത്ത് കുഞ്ഞു കുഞ്ഞു കള്ളങ്ങൾ പറയുന്നത് ഒരു ഫൈറ്റ് അവോയ്ഡ് ചെയ്യാനും അവരുടെ ലവ് പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ഫീലിങ്സിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീകൾ പുരുഷന്മാരോട് പറയുന്ന കോമൺ ആയിട്ടുള്ള 5 കള്ളങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ കള്ളം ഐ എം ഫൈൻ, ഐ എം ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പാർട്ട്ണർ പറയുന്നുണ്ടെങ്കിൽ അതാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ പാർട്ട്ണറിനോട് ആളിങ്ങനെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ പോയി ചോദിക്കുകയാണ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ നമ്മളടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്, ഐ എം ഫൈൻ എന്നൊക്കെ നിങ്ങളടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതെല്ലായ്പ്പോഴും അവർ പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവർ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ഹാങ് ഓവറിലായിരിക്കും അവരിങ്ങനെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അത് മേ ബി നിങ്ങളായിട്ട് റിലേറ്റഡ് ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഫാമിലിയിലോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ പഠിക്കുന്ന സ്ഥലത്തോ എന്തോ ആവാം. അപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് അവർ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്നവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഞാൻ ഓക്കെയാണ് ആ രീതിയിൽ നിങ്ങളടുത്ത് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളടുത്ത് അത് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഓക്കെ ആണെന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യം നിങ്ങളടുത്ത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു പേടി ഉണ്ടാവും. ഇപ്പോൾ ഹേർട്ടായ കേസൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് അവർക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ മേ ബി അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിലേക്ക് അത് പോകുമെന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും ഇപ്പോൾ ഈ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ഹേർട്ടാവൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ബോയ്സിനോട് നമ്മുടെ പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ കുറ്റം പറയുന്ന പോലെയാണ് അവർക്ക് തോന്നുക. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവർ നമ്മളെ ഇഗ്നോർ ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു പേടി കൊണ്ടായിരിക്കും അവർ ആ സമയത്ത് നിങ്ങളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഐ എം ഓക്കെ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ സമയത്തും അവർ ഓക്കെ ആയിരിക്കണം എന്നില്ല. ഇനി രണ്ടാമത്തെ കള്ളാണ് ഡു വാട്ട് എവർ യു വാണ്ട്. അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യാണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ ഒരു ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഒപ്പീനിയൻസ് അവർ പറയും, സജഷൻസ് തരും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ, ആ രീതിയിൽ പറയുകയാണ് അവർ ചെയ്യാം. അതിന് പകരം അങ്ങനെ നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ തരുന്നതിൻ്റെ പകരം അവരിങ്ങനെ പറയാണ്, നിന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ, നിനക്ക് എന്താ വേണ്ടച്ച ചെയ്തോ, ഈ രീതിയിൽ നിങ്ങളടുത്ത് പറയാന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തോട് താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം ഒരു 95% ഗേൾസും അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അല്ലാതെ അവർക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും അവരങ്ങനെ പറയില്ല. അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് തരാനും അതിൽ അഭിപ്രായം പറയാനുമാണ് നോക്കുന്നത്. ഇനി മൂന്നാമത്തെ കള്ളാണ് ഐ ഡോണ്ട് കെയർ. അതായത് അവർ നിങ്ങളടുത്ത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഫ്രണ്ട്, അപ്പോൾ ഇവരുടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളടുത്ത് വന്ന് പറയേ അല്ലെങ്കിൽ ഇവരെ മീറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറയേ അല്ലെങ്കിൽ ഇവർ നിങ്ങളടുത്ത് സംസാരിക്കുക, ആ രീതിയിലൊക്കെ ഉള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്ന സമയത്ത് മേ ബി അവരുടെ ഫേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല, എനിക്കത് പ്രശ്നമൊന്നുമില്ല, ഞാനത് ബോദർ ചെയ്യുന്നൊന്നുമില്ല, ഐ ഡോണ്ട് കെയർ, ഈ രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി അവരുടെ ഉള്ളിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൊസസീവ്നെസ് ആണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയോ അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് ആവുന്നത് കൊണ്ടാണ് അത് അവർ ഓപ്പൺ ആയിട്ട് പറയാത്തത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഫാമിലീൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഇപ്പോൾ നിങ്ങൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല, നിങ്ങൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിൻ്റെ പകരം നിങ്ങളുടെ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ പാരൻസിനോ ഫ്രണ്ട്സിനോ ഒക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആക്ച്വലി അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുകയാണ് ഏതോ ഒരു പോയിന്റിൽ. അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഞാനിങ്ങനെ നിനക്ക് ഇമ്പോർട്ടൻസ് തരാത്ത പോലെ എനിക്ക് ഫീലായി, അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, നിനക്ക് പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ അവർ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനത് ബോദർ ചെയ്യുന്നില്ല, ഐ ഡോണ്ട് കെയർ, ഈ രീതിയിൽ നിങ്ങളടുത്ത് സംസാരിക്കും. പക്ഷെ ആക്ച്വലി നിങ്ങളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കത് ഹേർട്ടായിട്ടുണ്ടാവും, അവർക്കത് ഫീൽ ആയിട്ടുണ്ടാവും.
പക്ഷെ അവർ ചത്താലും നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അവർ ഇത് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇപ്പം നീ എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നില്ല, അല്ലെങ്കിൽ നീ എന്നെ കെയർ ചെയ്യുന്നില്ല, നീ എന്നെ കെയർ ചെയ്യണം എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതൊരു ബെഗ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അവരുടെ ഈഗോ അതിന് സമ്മതിക്കില്ല. സോ നിങ്ങൾ അവരുടെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചാൽ പോലും അവർ പറയുന്നത് ഐ ഡോണ്ട് കെയർ എന്നായിരിക്കും. ഇനി 4ാമത്തെ ഒരു കള്ളാണ് ഐ എം നോട്ട് ജെലസ്. ഇത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള പല പെൺകുട്ടികളും പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ സൈക്കോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ജെലസേ തോന്നുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പിലെന്നല്ല കേട്ടോ, കോമൺ ആയിട്ട് ഒരാൾക്ക് മറ്റൊരാളോട് ജെലസി തോന്നുന്നത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവായതുകൊണ്ട് ആണെന്നാണ് മീൻ ചെയ്യുക. അതായത് നമുക്കില്ലാത്തൊരു കാര്യം വേറൊരാൾക്ക് ഉണ്ടെന്ന് തോന്നുമ്പോഴാണല്ലോ നമുക്കൊരു അസൂയ എന്നുള്ളൊരു ഫീലിങ്സ് വേറൊരാളോട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ അതിനെ ജനറലൈസ് ചെയ്ത് കാണാറുണ്ട്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ വരുമ്പോഴും ഇപ്പോൾ അവർക്ക് വേറെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സോ ആരോടെങ്കിലുമൊക്കെ അവർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ഈവൻ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു അസൂയ അല്ലെങ്കിൽ ഒരു ജലസെ പോലത്തെ ഒരു പൊസസീവ്നെസ് ആണെന്ന് കൂട്ടിക്കോ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ പോലും ഇവരത് ഓപ്പൺ ആയിട്ട് പറയില്ല. കാരണം ഇനി എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പൊസസീവ്നെസ് തോന്നുന്നതെന്ന് പാർട്ട്ണർ വിചാരിക്കോ എന്നുള്ളൊരു തോട്ട് കൊണ്ടാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ പറയാന്നുണ്ടെങ്കിൽ എത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ്, ഇപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഫൈനാൻഷ്യലി ആണെങ്കിലും എല്ലാ കാര്യത്തിലും അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, കോൺഫിഡൻ്റ് ആണ്, സെൽഫ് റെസ്പെക്റ്റും അതേപോലെ സെൽഫ് അവയർനെസ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി ആണെങ്കിൽ പോലും അവളൊരു പെൺകുട്ടി ആണെങ്കിൽ ചില പോയിന്റിലെങ്കിലും അവർക്ക് ജലസേ അല്ലെങ്കിൽ പൊസസീവ്നെസ് എന്നുള്ളൊരു ഫീലിങ്സ് വരും. അത് അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ചെറിയ രീതിയിലെങ്കിലും സെൽഫിഷ് ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് വേറെ പെൺകുട്ടികൾ സംസാരിക്കുന്ന കാണുമ്പോഴും അതേപോലെ നമ്മളെക്കാൾ കൂടുതൽ അവർ വേറൊരു പെൺകുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാണുമ്പോഴും ഉറപ്പായിട്ടും നമുക്ക് എന്തുണ്ടാവും, ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീലും ഒരു പൊസസീവ്നെസ് ഒക്കെ നമുക്ക് വരും. പക്ഷേ ഇതൊരിക്കലും ഇവർ സമ്മതിക്കില്ല. മേ ബി ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെയാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഞാൻ അത്ര പൊസസീവ് അല്ല, എനിക്ക് അത്ര ജലസി ഒന്നും ഇല്ലാത്ത ആളാണ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നുള്ള രീതിയിൽ. മേ ബി റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ആയിരിക്കും. കാരണം നമുക്ക് ഒരാളത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ വരുന്നത് വരെ എല്ലാവർക്കും ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഫസ്റ്റ് മന്ത് തന്നെ ഇമോഷണൽ കണക്ഷൻ നമ്മുടെ പാർട്ട്ണറിനോട് വന്നോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പതിയെ ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നതിന് മുന്നേ മേ ബി അവർക്ക് ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ വേറെ ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുത്താലൊന്നും നമുക്ക് അങ്ങനെ മാറ്റർ ആവില്ല. പക്ഷെ അതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അത് ഫീൽ ആവും. അപ്പോൾ അവർ ജലസി അവർക്ക് ഇല്ല, അവർ പൊസസീവ് അല്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സത്യമാവണമെന്നില്ല. ഇനി 5ാമത്തെ ഒരു കള്ളാണ് ഗോ ആൻഡ് എൻജോയ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതായത് ഇപ്പോൾ ഇപ്പോൾ ഈ ബോയ്സ് അവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഇപ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ബോയ്സ് ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാർട്ട്ണറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ട്ണർ പറയാണ് നിങ്ങളുടെ അടുത്ത്, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ട്രിപ്പൊന്നുമല്ല, നിങ്ങൾ ഈവനിങ് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ ഇവരുടെ അടുത്ത് പറയാണ് ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇവർ പറയണം, ആ പൊക്കോ, നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി എൻജോയ് ചെയ്തോ, ഈ രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നല്ല. അവരുടെ ഉള്ളിൽ ഞാനിങ്ങനെ പറഞ്ഞാലും അവൻ എൻ്റെ കൂടെ നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരു കാര്യമായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത് അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യേയില്ല. അവർ പറയും നിങ്ങൾ പോയിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷെ ആക്ച്വലി അവർക്ക് പ്രശ്നം ഉണ്ടാവും. ഇതൊരു ബിഗ് നുണയാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പാർട്ട്ണർ ഇതുപോലെ ചെറിയ ചെറിയ കള്ളങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് ആ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ചില കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള ട്രാപ്പുകളായിരിക്കും. പിന്നെ അവർ കള്ളങ്ങൾ പറയുന്നത് നിങ്ങളെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് കൊണ്ടോ അല്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ചെറിയ രീതിയിൽ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടും അവർക്ക് കുഞ്ഞു കുഞ്ഞു ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. സോ നിങ്ങളുടെ പാർട്ട്ണർ ഇതുപോലെ ഏതെങ്കിലും ഒരു കള്ളം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.